അടുത്ത മാവ് എന്ന് പറയുന്നത് നമുക്ക് റെഡ് ബനാന മാവാണ്. ഇതാ റെഡ് ബനാന മാവ്. ഈ മാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്, നീണ്ട മാങ്ങയാണ്, നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഉണ്ടാവുന്ന നല്ല രസമുള്ള ഒരു മാവ് ഐറ്റമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് R2E2 മാവിനെ കുറിച്ചാണ്. R2E2 മാവ് എന്ന് പറയുന്നതും നല്ലൊരു രീതിയിലുള്ള ഒരു മാവാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ചൗസ മാങ്കോയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു മാങ്ങയാണ്. പ്രത്യേകിച്ച് കൽക്കത്ത പോലുള്ള സ്ഥലങ്ങളിൽ ചൗസ മാങ്ങയെ പറ്റി പ്രത്യേകം ഒരു എന്താണ് ഒരു ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ്. ഈ കൽക്കത്ത ഏരിയയിലൊക്കെ ഈ ചൗസ മാങ്കോയെ പറ്റി ഒരു ഡിമാൻഡ്. പിന്നെ പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് റെഡ് ഐവറി എന്ന് പറയുന്ന ഒരു ഐറ്റം മാവാണ്. റെഡ് ഐവറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റി തന്നെയാണ്. ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു മാങ്ങയാണ് റെഡ് ഐവറി എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാങ്ങ തന്നെയാണ്.